ഇപ്പൊ ഈ പിണറായി വിജയന് മുമ്പ് ഈ കേരളത്തിൽ VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നല്ലോ തൊട്ടു മുമ്പില്. എന്താ VS-മായി ബന്ധപ്പെട്ട ഒരു സ്ഥലത്തും ED റെയ്ഡ് നടക്കാതെ പോയത്? VS-ന് മക്കളുണ്ടായിരുന്നല്ലോ. അവരെ കുറിച്ച് ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഒരു തരത്തിലും മാധ്യമങ്ങൾ പോലും ഉയർത്തിക്കൊണ്ടുവരാതെ പോയത് എന്താണ്? അപ്പൊ അതുകൊണ്ട് പഴയ ശൈലി പറഞ്ഞ ഡെൻമാർക്കിൽ ചീഞ്ഞ ഇതുവരെ വിശദീകരിച്ചോ? അതാണ് നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ ഒക്കെ ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനെ ലൈം ലൈറ്റ് ഇവർക്ക് എന്തെല്ലാം പരീക്ഷ കിട്ടിയിട്ടുണ്ട് ഈ വീണ വിജയന് മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ടല്ലേ. ഇപ്പൊ നിങ്ങൾ നോക്ക്, റിയാസിന്റെ ഭാര്യ മാത്രം, റിയാസ് എന്ന് പറയുന്ന മന്ത്രിയുടെ ഭാര്യ ആയതുകൊണ്ടല്ലേ. നമ്മൾ കണ്ടതാണല്ലോ ഈ പറയുന്ന വിഴിഞ്ഞം പോർട്ടിന്റെ ഒരു ഔദ്യോഗിക യോഗത്തിൽ സകുടുംബം പങ്കെടുക്കുമ്പോൾ വീണ വിജയൻ അവരെ കുട്ടിയും കൂടി പങ്കെടുക്കുന്ന നമ്മൾ കണ്ടതല്ലേ. അല്ല, നിങ്ങൾ എങ്ങോട്ടാണ് ഈ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട്? ഇത് വളരെ നിഷ്കളങ്കമായ ഒരു കാര്യം. 20 കോടി എന്നൊരു വിഷയമല്ല, 20 കോടി എന്നൊരു വിഷയമല്ല വാസ്തവത്തില്. ഞാനും ഇന്നത്തെ കാലത്ത് 20 കോടി എന്ന് പറഞ്ഞ ഒരു ഭീകരമായ തുകയാണെന്നും എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ ഈ പറയുന്ന തരത്തിൽ CPI എന്ന് പറയുന്ന പാർട്ടി 10 വർഷം അധികാരത്തിലിരിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ മകള് അതിൽ എംബഡഡ് ആയി നടത്തിയിട്ടുള്ള ഏർപ്പാടുകളെ കുറിച്ച് വിശദീകരിക്കാൻ സാധിക്കണം. കോടതിയിൽ വരുമ്പോ എന്തും നടക്കും, നമുക്കറിയാലോ. അതാണ് എത്ര ഈ പറയുന്ന പച്ചക്ക് വെട്ടിക്കൊന്നിട്ട്, മനുഷ്യനെ വെട്ടിക്കൊന്നിട്ട് ഈ പറയുന്ന ഞാൻ കേട്ടിരുന്ന ഒരു കേസിനെ അറിയാം. അവസാനം ചോര ഇതിൽ പറ്റിയ ഈ വിക്ടിമിന്റെ ചോര ഈ ലുങ്കി തുടച്ചിട്ട് ഇറങ്ങിപ്പോയ ആളുകൾ സുഖമായി കോടതിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ സംഭവിച്ചേക്കും, അതല്ലല്ലോ പ്രശ്നം. അപ്പൊ അതുകൊണ്ട് കേരളം ഇതില് വിച്ച്ഹണ്ടിന്റെ പ്രശ്നമില്ല. കേരളം ഈ കാര്യം ചർച്ച ചെയ്യാൻ നിർബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. അതിനൊറ്റ ഉത്തരവാദിയേ ഉള്ളൂ, അല്ലെങ്കിൽ 2 ഉത്തരവാദി എന്ന് പറയാം. CPIM എന്ന് പറയുന്ന പാർട്ടിയും അതിന്റെ നേതാവായിട്ടുള്ള ശ്രീമാൻ പിണറായി വിജയനാണ് ഇതിന്റെ ഉത്തരവാദി. പിണറായി വിജയൻ എന്തുകൊണ്ടാണ് അങ്ങനെ മോളെ തള്ളി പറയാത്തത്? പറയാലോ. ഈ പറയുന്ന വീണ തൈക്കണ്ടി എന്ന് പറയുന്ന ആളുടെ ബിസിനസ് ഏർപ്പാടുമായിട്ട് ഞങ്ങൾക്ക് അങ്ങനെയാണോ നടന്നത്? എന്തിനാ 10-26 പേര് ഇത്രയും മാസങ്ങൾ ജയിലിൽ കിടന്നതിനാ? വീണ വിജയൻ താമസിക്കുന്ന വീട്ടിൽ റെയ്ഡിന് പോയപ്പോ ഈ പിണറായി വിജയന്റെ മകള് സാധാരണ കണ്ണൂരിൽ വന്നാൽ താമസിക്കുന്ന വീട്ടില് റെയ്ഡ് നടക്കുമ്പോ എന്തൊക്കെ നടന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്താണ് ഈ പരിഭ്രമം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അന്നത്തെ റെയ്ഡിന്റെ സമയത്ത് CPIM-ന്റെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിട്ടുള്ള ഈ MA ബേബി ഒക്കെ പോയി ഡൽഹിയിൽ സമരം ചെയ്തിട്ട് വലിച്ചഴിച്ചു കൊണ്ടുപോകുന്നത് എന്താ പ്രശ്നം? വീണ വിജയൻ എന്ന് പറയുന്ന കക്ഷിക്കെതിരായിട്ട് ഇങ്ങനെ അന്വേഷണം നടക്കുന്നതിൽ നിങ്ങൾക്ക് എന്താ, ഈ പാർട്ടി എന്തിനാണ് ഇങ്ങനെ ഇൻവോൾവ് ആവുന്നത്? എന്താ നിങ്ങളുടെ പരിഭ്രമം? അതാണ് വക്കീൽ പറയുന്നുണ്ട് കേസൊക്കെ വളരെ എളുപ്പം പരിഹരിക്കാൻ പറ്റുമെന്ന്. ഈ പറയുന്ന എനിക്ക് അദ്ദേഹത്തെ അറിഞ്ഞുകൂടാ, അദ്ദേഹം വളരെ ആധികാരികമായിട്ട് പറയുന്നുണ്ട്. അദ്ദേഹം പരിഹരിച്ചു തരുമല്ലോ. അദ്ദേഹത്തെക്കാൾ പ്രഗത്ഭരായ വക്കീലുമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് കോടതി പരിഹരിച്ചു തരുമല്ലോ. എന്തിനാ നിങ്ങൾ ഈ പാവപ്പെട്ട CPM-ന്റെ അണികളെ മുഴുവൻ ഈ റെയ്ഡ് നടക്കുമ്പോൾ ED-യുടെ കാറ് തല്ലിപ്പൊളിക്കാനും മറ്റും മറിച്ചുമായി കൊണ്ടുവയ്ക്കുന്നത് എന്തുകൊണ്ടാണ്? ഒറ്റ കാര്യം കൊണ്ടാണ്. പിണറായി വിജയനും കുടുംബവും വലിയ അഴിമതി നടത്തിയിട്ടുണ്ടെന്നും അതിൽ ഈ പറയുന്ന തരത്തിൽ അത് മുഴുവനായിട്ട് എക്സ്പോസ് ചെയ്യുന്ന ഒരു ദിവസം വരികയാണെങ്കിൽ ഈ പാർട്ടി കുഴപ്പത്തിലാവുന്ന ഈ പറയുന്ന CPM-ന്റെ എല്ലാ നേതാക്കന്മാർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് ഇത് നിയമ പ്രശ്നമല്ല, ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാണ്, ഇതൊരു ധാർമ്മിക പ്രശ്നമാണ്. ഒഴിവാക്കാം, ഞാൻ അത് മാത്രം പറഞ്ഞു നിർത്താം. അല്ല, ഇത് ധാർമ്മിക പ്രശ്നമാക്കാതിരിക്കാം, ഇത് രാഷ്ട്രീയ പ്രശ്നവുമാക്കാതിരിക്കാൻ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. ഈ പറയുന്ന പഴയ മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന വീണ വിജയന്റെ വീണ ടി എന്നോ എന്താ അവരുടെ തറവാട്ട് എന്തെല്ലാണ് അവരെ റെഫർ ചെയ്യപ്പെടുന്നത് എനിക്കറിയില്ല. അവരെ ഈ പറയുന്ന ഞങ്ങൾ കൈ കഴുകുക, അതാണ് ഈ 2 പേരും കൈ കഴുകുക. അങ്ങനെ കൈ കഴുകിയാൽ ഈ പറയുന്ന രാഷ്ട്രീയത്തിന്റെയും ധാർമ്മികതയുടെയും പ്രശ്നം പോയി. പിന്നെ ഈ അംബാനി ബ്രദേഴ്സിലെ നിർഭാഗ്യവാനായ ഈ മറ്റേ കക്ഷി പെട്ടിരിക്കുന്നത് പോലെ ബിസിനസിന്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ള നിയമവിരുദ്ധമായ കാര്യങ്ങളെ കുറിച്ച് വീണ ടി വിശദീകരിച്ചോട്ടെ, നമുക്കാർക്കാ പ്രശ്നമുള്ളത്?